നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇന്ന് നിങ്ങളൊരു സ്മാർട്ട് വാച്ച് പരിചയപ്പെടുത്താം കേട്ടോ. ബോൾട്ട് എന്ന ബ്രാൻഡ് നമുക്ക് റിവ്യൂ ചെയ്യാൻ അയച്ചു തന്നൊരു പ്രോഡക്റ്റാണിത്. ബോൾട്ട് റോവർ പ്രോ എന്ന പുതിയ ഒരു സ്മാർട്ട് വാച്ച് ആണ്. മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ബോൾട്ട് റോവർ എന്ന സ്മാർട്ട് വാച്ചിന്റെ അപ്ഗ്രേഡഡ് വെർഷനാണിത്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീസെന്റ് പ്രൈസിംഗിൽ ബ്ലൂടൂത്ത് കോളിംഗ്, സൂപ്പർ AMOLED ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ നൽകുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ ആരംഭിക്കാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ബോക്സ്. ഈ പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് ഓപ്പറേറ്റിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3999 രൂപയായിരിക്കും. അതായിരിക്കും ഈ പ്രോഡക്റ്റിന്റെ ഒരു യൂഷ്വൽ റേറ്റ് വരുന്നത്. പക്ഷേ ഇത് കൂടാതെ ഒരു ബെനിഫിറ്റ് ഓഫർ ഉണ്ട്. അതായത് നമ്മുടെ ഈ വാച്ച് ലോഞ്ച് ചെയ്യുന്ന ആ ഡേറ്റിൽ മാത്രം 2499 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങാൻ സാധിക്കും. മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പുറകിൽ ഹൈലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. 1 ഇയർ വാറണ്ടി, ബ്ലൂടൂത്ത് കോളിംഗ്, IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് 1.5 മീറ്റർ വെള്ളത്തിൽ നിങ്ങൾക്ക് 30 മിനിറ്റ് വരെ ഈ വാച്ച് മുങ്ങി ഇരുന്നാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഹെൽത്ത് മോണിറ്ററിംഗ് ഫീച്ചേഴ്സ് ഒരുപാട് ഇതിൽ നൽകിയിട്ടുണ്ട്. പിന്നെ മെയിൻ ഹൈലൈറ്റ് ആയ 1.43 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത്. പിന്നെ ഇവിടെ ആൻഡ്രോയിഡിലും iOS-ലും യൂസ് ചെയ്യാവുന്ന ബോൾട്ട് ആക്റ്റീവ് ആപ്പിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ 3 മാസം എക്സ്ട്രാ വാറണ്ടി കൂടെ ലഭിക്കും. അതിനായിട്ട് ഈ പേപ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് കൂടാതെ ഒരു ഡീറ്റെയിൽഡ് യൂസർ മാനുവൽ നൽകിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ഡയൽ വരുന്നത്. റൗണ്ടഡ് ഡയലാണ്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സൈഡിലായിട്ട് ഒരു സ്പീക്കർ ഗ്രില്ല് കാണാം. ചാർജിങ് ടെർമിനൽസ് ഉണ്ട്. പിന്നെ സെൻസേഴ്സും കാണാൻ സാധിക്കും. ഓവറോൾ നല്ല ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അധികം വെയിറ്റും തോന്നിക്കുന്നില്ല. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. സൈഡിലെ ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തപ്പോഴത്തേക്ക് ബോൾട്ട് ബ്രാൻഡിങ് വന്നിട്ടുണ്ട്. ഇനിഷ്യൽ ബോട്ട് അധികം ടൈം വേണ്ടി വന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ QR കോഡ് തെളിഞ്ഞു വന്നു. QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ആപ്പ് സ്റ്റോർ വേണോ പ്ലേ സ്റ്റോർ വേണോ എന്ന് ചോദിക്കും. നമ്മുടെ പ്ലാറ്റ്ഫോം പിക്ക് ചെയ്ത ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ബോക്സിൽ വേറെ എന്തൊക്കെയുണ്ടെന്ന് കൂടെ ചെക്ക് ചെയ്തേക്കാം. ഇതിലൊരു ചെറിയ ആക്സസറി ബോക്സ് ഉണ്ട്. അതിലാണ് നമ്മുടെ വാച്ചിൻ്റെ ചാർജിങ് കേബിൾ വന്നിട്ടുള്ളത്. USB A to മാഗ്നറ്റിക് കണക്ഷനാണ് വരുന്നത്. ഇനി ബോക്സിലുള്ളത് സിലിക്കോൺ സ്ട്രാപ്സ് ആണ്. ബ്ലൂ, ബ്ലാക്ക്, ബ്രൗൺ എന്നിങ്ങനെ 3 വ്യത്യസ്തമായ സ്ട്രാപ്പുകൾ ഇതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ബഡ്ജറ്റിൽ 2 എക്സ്ട്രാ സ്ട്രാപ്പ് ഫ്രീ ആയി നൽകുന്നത് ഒരു മികച്ച കാര്യം തന്നെയാണ്. സ്ട്രാപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇതുപോലെ ഒരു സൈഡ് ഇൻസേർട്ട് ചെയ്ത ശേഷം അപ്പുറത്തെ ലോക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് പിടിച്ചിട്ട് അതിലേക്ക് പ്ലേസ് ചെയ്ത് റിലീസ് ചെയ്താൽ മതിയാവും. ഇതുപോലെ ഈസി ആയിട്ട് സ്ട്രാപ്സ് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം. ഈ ബോൾട്ട് ആക്റ്റീവ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ അത്യാവശ്യം ഒരുപാട് ഫീച്ചേഴ്സൊക്കെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വാച്ച് സ്പേസസ് ഉണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഡിസ്പ്ലേ നല്ല കിടിലനാണെന്നുള്ള കാര്യം ആദ്യം തന്നെ പറയുകയാണ്. നല്ല ക്രിസ്പായിട്ടുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 1000 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഡിസ്പ്ലേയിൽ ഇവർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഔട്ട്ഡോർ കണ്ടീഷനിലൊക്കെ നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ലപോലെ വ്യൂവബിൾ ആണ്. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ അനലോഗ് വാച്ച് സ്പേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നല്ല രസമാണ് കാണാൻ. പക്ഷേ ഡിജിറ്റൽ വാച്ച് സ്പേസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വാച്ച് സ്പേസ് ആണ്. പക്ഷേ ഇവിടെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. സ്ക്രീൻ ബേണിന് ഒഴിവാക്കാനായിട്ട് ടൈം എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഓരോ പ്രാവശ്യം നോക്കുമ്പോഴും ടൈം പല സ്ഥലത്തായിട്ടായിരിക്കും നിൽക്കുന്നത്. പിന്നെ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം, നമ്മൾ നോർമലി വാച്ച് സ്പേസസ് ഒക്കെ സിങ്ക് ചെയ്യുമ്പം ആപ്പിൽ നിന്ന് ഫയൽ വാച്ചിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു സമയം നമ്മുടെ വാച്ച് യൂസ് ചെയ്യാൻ വയ്യ. അതേ ഒരു ലോഡിംഗ് സ്ക്രീനിൽ നിൽക്കാറുണ്ടല്ലോ. അങ്ങനൊരു സംഭവം ഈ ഒരു വാച്ചിൽ കണ്ടില്ല. നമ്മൾ വാച്ച് ഫേസ് മാറാനിട്ടാലും നമുക്ക് ആ സമയം വാച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. വാച്ച് ഡയൽ സിങ്ക് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ആണ്. കുറച്ചധികം നേരം എടുക്കും അതൊന്ന് സിങ്ക് ആകാനായിട്ട്. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾക്ക് ഇങ്ങനെ ലാഗ് അടിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പല വാച്ച് സ്പേസസ് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നും. മറ്റു വാച്ചുകളിലെ പോലെ നോക്കണോ ഇച്ചിരി സമയം എടുക്കത്തില്ല, ആ ഒരു കൈൻഡ് ഓഫ് മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കത്തില്ല. പിന്നെ എനിക്കിതിൻ്റെ വാച്ച് സ്പേസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, നമുക്കിതിൽ 3 വാച്ച് സ്പേസസ് തമ്മിൽ സ്വിച്ച് ചെയ്യാം. സ്റ്റോക്കായിട്ട് വരുന്ന 3 വാച്ച് സ്പേസസ് ആണ്. അതിൽ ഒരെണ്ണം കാണാൻ ഭയങ്കര ലുക്കാണ് കേട്ടോ. ലുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൾ ഐഫോണിൻ്റെ ലോക്ക് സ്ക്രീനിൽ വരുന്ന പോലെ ഇവിടെ ഒരു ഡെസേർട്ട് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ആ ഡെസേർട്ടിൻ്റെ ലെയറിൻ്റെ പുറകിൽ, അതായത് മാസ്ക് ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണ് ടൈം ഇരിക്കുന്നത്. അപ്പോൾ കാണാൻ മാരക ലുക്കാണ്. പിന്നെ അതുപോലത്തെ കുറേ വാച്ച് സ്പേസസിൻ്റെ താഴെ ബോൾട്ട് ബ്രാൻഡിങ്ങും നൽകിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇതിൻ്റെ ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഈ ഒരു വാച്ചിൽ സ്റ്റെപ്പ് ട്രാക്കിംഗ് ഒക്കെ ആക്യുറേറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഞാനപ്പം ഈ ഒരു ദിവസം ഫുൾ ഇത് യൂസ് ചെയ്ത് നോക്കി. അതുകൂടാതെ നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതിൽ വർക്ക് ആകുന്നുണ്ട്. പിന്നെ ഓവറോൾ ഒരു ബിൽഡ് എന്ന് പറയുന്നത് നല്ല ഫീലാണ്. കാണാനും ഒരു ഭംഗി തോന്നിക്കുന്ന തരത്തിലുള്ള സ്ട്രാപ്പിൻ്റെ ഡിസൈനാണ്. ബോൾട്ട് എന്നൊക്കെയുള്ള ബ്രാൻഡിങ് സൈഡിലും ഈ മെറ്റൽ പാർട്ടിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നല്ലൊരു വൃത്തിയുള്ള ഡിസൈനിങ് ആണ് ഓവറോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലൊരു ക്രൗൺ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അത് തിരിച്ചാലൊന്നും മറക്കാത്തില്ല. ജസ്റ്റ് സ്വിച്ച് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ മെയിൻലി ടച്ച് വെച്ച് തന്നെയാണ് ഇത് നാവിഗേറ്റ് ചെയ്യുന്നതൊക്കെ. ഇനിയിപ്പോൾ ആക്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വിക്ക് ടോഗിൾസ് ആക്സസ് ചെയ്യാം. അവിടെയാണെങ്കിൽ ടോർച്ച് ഉണ്ട്, ഡു നോട്ട് ഡിസ്റ്റർബ് ഉണ്ട്. അതുപോലെ ഫൈൻഡ് മൈ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഡിവൈസ് കണക്റ്റഡ് ആണെന്ന് മുകളിൽ കാണാം. അതുകൂടാതെ ബാറ്ററിയുടെ ബാക്കപ്പ് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് കാണാം. പിന്നെ ഒരു സെറ്റിംഗ്സ് ടാബും കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാച്ചിൻ്റെ സെറ്റിംഗ്സ് എല്ലാം ആക്സസ് ചെയ്യാം. അതുപോലെ ഇതിന് പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. വാച്ചുകളൊക്കെ കൈ കെട്ടാതെ മേശപ്പുറത്തൊക്കെ വെച്ചിട്ട് പോകുന്നവർക്ക് പ്രൈവസി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ചിലൊരു ലോക്ക് സ്ക്രീൻ സെറ്റ് ചെയ്തിടാം. അപ്പോൾ മുകളിൽ ക്വിക്ക് ടോഗിൾസ്, താഴെ നിന്ന് സ്വൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക്
നോട്ടിഫിക്കേഷൻസ് ആക്സസ് ചെയ്യാം. അതുപോലെ നമ്മൾ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ കൺട്രോൾസ് വരുന്നത്, അതായത് ഡയലർ, കോൾ ലോഗ്സ്, കോൺടാക്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. കോൺടാക്ട്സ് ഫുള്ള് സിങ്ക് ആകത്തില്ല, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കോൺടാക്ട്സ് നമുക്ക് ആപ്ലിക്കേഷനിലൂടെ സിങ്ക് ചെയ്തിടാം. സർട്ടൻ നമ്പർ ഓഫ് കോൺടാക്ട്സ് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്തിടാം. പിന്നെ റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് ആക്ടിവിറ്റി ട്രാക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ എല്ലാ ഓപ്ഷൻസും അവിടെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സ്റ്റൈല് മാറ്റാം, ഒന്നെങ്കിൽ ഹണി കോംബോ പോലെ ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ക്രോൾ ആക്കാം, ലിസ്റ്റ് ആക്കാം, അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഇവർ നൽകുന്നുണ്ട്. ഇനി അതുകൂടാതെ കോൾ ഇതിൽ നിന്ന് അറ്റൻഡ് ചെയ്യാം. കോൾ ക്വാളിറ്റി നല്ല ഡീസൻ്റ് ആണ്. ഔട്ട്ഡോർ കണ്ടീഷൻസിൽ വാച്ചിൽ നിന്ന് ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടാണ്. പക്ഷേ ഇൻഡോർ കണ്ടീഷൻസിൽ നല്ല പെർഫെക്റ്റ് ക്വാളിറ്റി തരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സ്പീക്കർ ആണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയാണ് നൽകുന്നത്. ഓഡിയോ ഡിസ്റ്റോർട്ടഡോ കാര്യങ്ങളോ ഒന്നുമല്ല, നല്ല വൃത്തിയായിട്ടുള്ളൊരു ക്വാളിറ്റി ഡെലിവറി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ പറയുന്നത് കേൾക്കുന്ന ആൾക്കാർക്കും വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ഓഡിയോ ക്വാളിറ്റിയും ഈ ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഈ ബോൾട്ട് റോവർ പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചിൽ അസിസ്റ്റൻറ്റ് കൺട്രോൾ ഉണ്ട്. നമുക്ക് ഇതിൽ അസിസ്റ്റൻറ്റിനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. നമുക്ക് ഇതിൽ നിന്ന് വോയിസ് കമാൻഡ്സ് കൊടുത്ത് ഡയറക്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ആക്കിയൊക്കെ നോക്കി ഗൂഗിളിൽ വെച്ചിട്ട് സംഭവം വർക്കിംഗ് ആണ്. പക്ഷേ മറ്റേതിലെ പോലെ അത്ര പെർഫെക്റ്റ് അല്ല, എന്നാലും നമുക്കൊരു ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു ഐക്കൺ വന്നിട്ട് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയുവാണെങ്കിൽ നമ്മൾ പറയുന്നത് ഫുള്ള് ക്യാപ്ചർ ആവും. അല്ലെങ്കിൽ അവിടെ ചെറിയൊരു നമ്മൾ പറയുന്ന സാധനം അവിടെ എത്താനുള്ള ഒരു താമസം ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സെയിലിൻ്റെ ഫസ്റ്റ് ഡേറ്റിൽ 2,499 രൂപ എന്ന് പറയുന്ന ഒരു കിടിലൻ പ്രൈസിങ്ങിലാണ് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു സ്മാർട്ട് വാച്ച് വിറ്റ് പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കുക, നമ്മൾ തീർച്ചയായിട്ടും അത് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് മലയാളം ടെക്കിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തോളം നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.